മാന്ത്രിക ദയാലുമാനും പിന്നെ മടിയനായ മൃഗവും. ഒരു രാവിലെ ചോട്ടുമാൻ ഏതോ പുതിയ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അതിന്റെ പേരാണ് ബ്ലൂ ഹെവൻ. ബ്ലൂ ഹെവൻ? പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം കാട് എന്ത് ശാന്തവും മനോഹരമായിരിക്കുമെന്ന്. എന്നു മുതൽ ഈ കാടിന്റെ പേര് കേട്ടോ അന്നു മുതൽ ആഗ്രഹിക്കുന്നതാ ഇവിടേക്ക് ഒന്ന് വരണമെന്ന്. അവൻ കാടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയതും അവിടെ മരത്തിലൊരു കുരങ്ങൻ ഇരിക്കുന്നത് കണ്ടു. അവൻ പഴം കഴിച്ച് അതിന്റെ തൊലി താഴേക്ക് ഇടുകയായിരുന്നു. ഹേ കുരങ്ങൻ ചേട്ടാ, പഴം കഴിച്ചിട്ട് അതിന്റെ തൊലി എന്തിനാ ഇങ്ങനെ താഴേക്ക് എറിയുന്നത്? അയ്യോ സോറി, നീ ഈ പഴത്തൊലിയൊക്കെ എടുത്ത് കാട്ടിലേതെങ്കിലും നല്ല കുപ്പത്തൊട്ടി ഉണ്ടെങ്കിൽ അതിലങ്ങ് എടുത്ത് ഇട്ടേക്ക് കേട്ടോ. ഈ കാട്ടിൽ ഡസ്റ്റ്ബിൻ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ നിനക്ക് ഇതെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടിയിട്ടുകൂടെ? നീ ഒരുപാട് ചിലക്കാൻ നിൽക്കണ്ട, പോ മുൻപോട്ട് പോയിക്കോ. ഇത് കേട്ടുമാൻ ഒന്നും മിണ്ടാതെ മുൻപിലേക്ക് പോയി. അപ്പോൾ അവൻ വേറൊരു കാര്യവും കണ്ടു. ഒരു മുയൽ ചത്തുകിടക്കുന്നു. അതിനു ചുറ്റും ഒരുപാട് ഈച്ചകളും പറന്നു നടക്കുന്നു. അതിനെ ഒരു കുറുക്കനും കഴിക്കുന്നു. നല്ല രുചി, പോകാം, വയറ് നിറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇതിനെ നാളെ വന്നിട്ട് തിന്നാം. ഇങ്ങനെ പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. എന്റെ ദൈവമേ, ഇതാണോ ബ്ലൂ ഹെവൻ? അങ്ങനെ അവൻ മുൻപോട്ട് പോകും തോറും പതുക്കെ ആ കാടിന്റെ സത്യാവസ്ഥ അവന്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. എല്ലാ വശത്തും കച്ചറയും പിന്നെ എല്ലാം വലിച്ചു വാരിയും ഇട്ടിരിക്കുകയാണ്. അവൻ മനസ്സിലൊരുപാട് ചോദ്യങ്ങളുമായി അവിടുത്തെ രാജാവ് ഷേർഖാന്റെ അടുത്തേക്ക് പോയി. അറിയാം, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒരുപാട് എണ്ണത്തിനെ ഞാൻ പിടിച്ചു വച്ചിരുന്നു. എന്നാൽ 4 നേരവും ഭക്ഷണം ചോദിക്കുന്നു. ഇവരെ കാട്ടിൽ നിന്നും പുറത്താക്കി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടാലും അടുത്ത ദിവസം തന്നെ ഇവർ തിരിച്ചു വന്ന് ഇവിടെ നിന്നിരിക്കും. ഈ തലവേദന കാരണം എന്റെ ഭാര്യ പോലും എന്നോട് പിണങ്ങിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാ ഇതുങ്ങളെ സഹിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് പറഞ്ഞ് അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. പിന്നെ ആ കാട്ടിൽ ഒരു ഗുഹയുടെ അടുത്ത് അവൻ താമസവും തുടങ്ങി. അടുത്ത ദിവസം മാൻ അവന്റെ വീട്ടിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ അപ്പോൾ അടുത്തുകൂടി ഒരു സീബ്ര ഓടി വന്നു. എല്ലാവരും മാറിക്കോ, ഞാൻ കൊടുങ്കാറ്റിന്റെ വേഗത്തിലാണ് വരുന്നത്. സീബ്ര ഓടി ഓടി വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ കിടന്ന പഴത്തൊലിയിൽ അവന്റെ കാല് തട്ടി. അവൻ തെന്നി വേഗത്തിൽ വന്ന് ഒരു വലിയ കല്ലിലിടിച്ചു. അയ്യോ, ഇത് കണ്ടോ? എല്ലാ മൃഗങ്ങളും അവന്റെ അടുത്ത് ഒത്തുകൂടി. കണ്ടോ കുരങ്ങേ, ഇന്നലെ ആ പഴത്തൊലി നീ ആ വഴിയിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സീബ്രയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. ആരെങ്കിലും എന്റെ വേദനയൊന്ന് ശരിയാക്കൂ, നല്ല വേദന എടുക്കുന്നുണ്ട്. ഇതിൽ നിന്റെ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നിന്റെ വേദന ഞാൻ മാറ്റിത്തരാം. ഇങ്ങനെ പറഞ്ഞ് മാൻ തന്റെ കൈകൊണ്ട് സീബ്രയുടെ മുതുകിൽ തടവി. അവന്റെ മായാജാലം കൊണ്ട് അവന്റെ വേദനയും മാറ്റിക്കൊടുത്തു. കൊള്ളാമല്ലോ, നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് ശരിയായി. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് തെളിയുകയും ചെയ്തു. നിനക്ക് മായാജാലം അറിയാമോ മാനെ? ഇന്നു മുതൽ നീ ഞങ്ങളുടെ കാട്ടിൽ ജീവിച്ചാൽ മതി കേട്ടോ. മാൻ അവരെ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവരുടെ അപേക്ഷ സ്വീകരിച്ചു. എന്റെ ദൈവമേ! അടുത്ത ദിവസം മാൻ കണ്ടു ഒരു കഴുതപ്പുലിയും കുറുക്കനും രണ്ടുപേരും തറയിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തു പറ്റി? രാത്രി മുതൽ വയറ്റിൽ നല്ല വേദന. രാവിലെ ആയപ്പോൾ അത് വീണ്ടും കൂടി. എന്നാൽ അത് കൂടുന്നതല്ലാതെ കുറയുന്നതേയില്ല. ഇന്നലെ നിങ്ങൾ രാത്രി എന്താ കഴിച്ചത്? ഇന്നലെ ഒരു ചത്ത ആടിനെ കഴിക്കാൻ കിട്ടി. അതിനെ ഞങ്ങൾ രാത്രി തിന്നു. പിന്നെ രാവിലെയും തിന്നു. പോരാഞ്ഞിട്ട് ഉച്ചയ്ക്കും. എന്റെ ദൈവമേ, ഏത് ആടിനെ തിന്ന് വേദന തുടങ്ങിയോ? നിങ്ങൾ അതിനെ തന്നെ 3 നേരം വീണ്ടും തിന്നെന്നാണോ പറയുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വയറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായതാണ്. മടിയന്മാരായിട്ടിരുന്ന് ഇങ്ങനെ ചീത്ത ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഗതി നിങ്ങൾക്ക് വരില്ലായിരുന്നു. അയ്യോ,
ഇനി എന്ത് ചെയ്യും സുഹൃത്തേ? നിങ്ങളുടെ കാട്ടിൽ ഡോക്ടർമാരൊന്നുമില്ലേ? ഡോക്ടർ മുയൽ 1 മാസം പഴക്കമുള്ള ക്യാരറ്റ് കഴിച്ചിരുന്നു. അന്നു മുതൽ ആരോഗ്യം മോശമാണ്. എന്റെ ദൈവമേ, ഇവിടത്തെ ഡോക്ടർ വരെ മടിയന്മാരാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു ഔഷധം പറഞ്ഞു തരാം. നിങ്ങളിൽ ആരെങ്കിലും അത് കരിങ്കുന്നിൽ പോയി കൊണ്ടുവരണം. അയ്യോ മാന്, നിനക്ക് മാന്ത്രികം അറിയാമല്ലോ. നീ ഇവനെയും കൂടെ ഒന്ന് ശരിയാക്കൂന്ന്. ഞങ്ങൾ എന്തിനാ വെറുതെ കരിങ്കുന്നിലേക്കൊക്കെ പോകുന്നത്? എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ മാൻ തന്റെ കൈ അവരുടെ ദേഹത്ത് വെച്ചു. പിന്നെ കണ്ണുകൾ അടച്ച് മായാജാലം ചെയ്തു. അപ്പോൾ തന്നെ അവർക്ക് ശരിയായി. എന്നാൽ അതേസമയം മാനിന്റെ വയറിന്റെ നിറം നീലയാകുന്നത് ശ്രദ്ധിച്ചു. ഞങ്ങൾക്ക് ശരിയായേ. ശരി, ഞാനെന്നാൽ പോകുക. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇതു പറഞ്ഞ് മാൻ തിരിച്ച് തന്റെ ഗുഹയിലേക്ക് പോയി. എന്നാൽ അടുത്ത ദിവസം സംഭവിച്ചതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ലായിരുന്നു. ആ ആ അയ്യോ, ഇത് ആ മാനിന്റെ ശബ്ദമാണല്ലോ. എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി മാനിന്റെ അടുത്തേക്ക് വന്നു. അവർ എത്തിയപ്പോൾ മാൻ തറയിലിരുന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അടുത്ത് ഷേർഖാനും ഇരിക്കുന്നു. എന്തു പറ്റി മാനെ? നീ എന്തിനാണിങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ വയറ്റിൽ നല്ല വേദന എടുക്കുന്നു. പക്ഷേ നീ നല്ല ആഹാരമല്ലേ കഴിക്കുന്നത്? നിന്റെ ഗുഹയും നീ നന്നായി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ നിന്റെ ആരോഗ്യം എങ്ങനെയാണ് മോശമായത്? ഞാൻ എന്റെ മായാജാലം ഉപയോഗിച്ച് പ്രശ്നത്തിലാകുന്ന മറ്റുള്ളവരെ സഹായിക്കും. എനിക്ക് ആരുടെയും അസുഖം മാറ്റാൻ പറ്റില്ല. എന്നിട്ടും നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിത്തന്നു. അതുകൊണ്ട് ഇവരുടെ എല്ലാം അസുഖം എനിക്ക് തിരിച്ചു വന്നു. എന്താ? നിങ്ങളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഇൻഫെക്ഷൻ ഇപ്പോൾ എൻ്റെ ദേഹത്തുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാനിനി ഒരുപാട് നേരം ജീവിച്ചിരിക്കുമെന്ന്. എല്ലാവരും കണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും മടി കാരണം നമ്മുടെ കാട്ടിലുള്ള ഒരു നല്ല മൃഗം മരിക്കാൻ പോകുന്നു. ഇല്ല, ഞങ്ങൾ നിന്നെ മരിക്കാൻ അനുവദിക്കില്ല മാനെ. നിനക്ക് എന്തൊക്കെ മരുന്നറിയാമോ ഞങ്ങളോട് പറ, ഞങ്ങൾ അത് എടുത്തുകൊണ്ടുവരാം. കരിങ്കുന്നിന്റെ മുകളിൽ നിങ്ങൾക്ക് ഈന്തപ്പഴത്തിന്റെ ഒരു മരം കാണാൻ പറ്റും. അവിടെ കാണുന്ന ഒരു മരത്തിൽ അവിടെ തക്കാളിയുടെ വലിപ്പത്തിൽ നിങ്ങൾക്ക് ഈന്തപ്പഴം കാണാൻ പറ്റും. അതിലെ 4 ഈന്തപ്പഴം കഴിച്ചാൽ തന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. നീ പേടിക്കൊണ്ട മോനെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ ഈന്തപ്പഴം കൊണ്ടുവരാം. മോണ്ടുക്കുരങ്ങ, പരുന്ത്, ചെന്നായേ, ജിറാഫെ, ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരൂ. നമുക്ക് വളരെ വേഗം തന്നെ തിരിച്ചു വരാനുള്ളതാ. വരൂ, നമുക്ക് പോകാം. അവർ 5 പേരും ഒരുപാട് ഉത്സാഹത്തോടെ കരിങ്കുന്നിലേക്ക് പോകാൻ തുടങ്ങി. അവർ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി. അവിടെ നോക്കൂ, അവിടെയുണ്ട് ആ കറുത്ത ഈന്തപ്പഴമരം. പരുന്തേ, കുരങ്ങ, നിങ്ങൾ പോയി ഈന്തപ്പഴം കുലുക്കിയിട്. പരുന്തു പറന്ന് മരത്തിനു മുകളിൽ പോയി. കുരങ്ങൻ അതിൽ വലിഞ്ഞുകേറി. 2 പേരും ഒരുപാട് ഈന്തപ്പഴങ്ങൾ പറിച്ച് താഴെയിട്ടു. ചെന്നായിയും ജിറാഫും ആദ്യമേ തന്നെ ഒരു വലിയ ഇല വിരിച്ചിരുന്നു. ആ ഈന്തപ്പഴങ്ങളെല്ലാം അതിൽ വീണു. അതിനുശേഷം 1 മണിക്കൂറിനകം അവർ എല്ലാ ഈന്തപ്പഴങ്ങളുമായി കാട്ടിലേക്ക് പോയി. അപ്പോഴേക്കും മാനിന്റെ കണ്ണുകൾ അടയാറായിരുന്നു. ചോട്ടുമാനെ, എഴുന്നേൽക്ക്. കുരങ്ങൻ മാനിനെ തട്ടി വിളിച്ചു. ഇതാ ഈ ഈന്തപ്പഴം കഴിക്കേ. മാൻ ഒന്നൊന്നായി 6 ഈന്തപ്പഴങ്ങൾ കഴിച്ചു. പതുക്കെ പതുക്കെ അവൻ വേദനയിൽ നിന്നും മോചിതനായി. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കൂ പ്രിയമാനേ. ഞങ്ങൾക്ക് നീ പറഞ്ഞതൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്നാൽ നീ പോകുമോ എന്ന പേടിയിൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അങ്ങനെ എല്ലാ മൃഗങ്ങളും കാട് വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ കാടിന്റെ രൂപം മാറ്റിയെടുത്തു. മുഴുവൻ കാട്ടിലും ഹരിതാഭയും പൂവിന്റെ മണവും നിറഞ്ഞിരുന്നു. അങ്ങനെ പിണങ്ങിപ്പോയ ഷേർഖാന്റെ ഭാര്യയും തിരികെ വന്നു. എന്റെ പ്രിയതമേ! അവർ 2 പേരും കെട്ടിപ്പിടിക്കുന്നത് കണ്ട് മാനും അവിടെയുണ്ടായിരുന്ന ബാക്കി മൃഗങ്ങളും എല്ലാവരും സന്തോഷിച്ചു. പിന്നെ മാനും എന്നേക്കുമായി അവിടെ തന്നെ താമസിച്ചു. ഒരു കാട്ടിൽ ഒരു ആൽമരത്തിന് താഴെ മിൻകി കൊക്കിന്റെയും
ടോണിക്കൊക്കിന്റെയും വീടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ മിൻകി കൊക്ക് 3 മുട്ടകൾ ഇട്ടു. ദൈവത്തിന്റെ കരുണ, നീ ഇന്ന് ആദ്യമായി മുട്ടയിട്ടിരിക്കുന്നു മിങ്കി. നമ്മൾ വേഗം അമ്മയും അച്ഛനുമാകും. എനിക്കത് ചിന്തിക്കുമ്പോൾ തന്നെ സന്തോഷമാകുന്നു. ഒരു കുറുക്കൻ തന്റെ ഗുഹയിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചിന്തിക്കുമ്പോൾ എന്തോ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ആ 3 മുട്ടയും കഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ സന്തോഷമാകും. അപ്പോൾ അവരുടെ അടുത്തേക്ക് മോണ്ടു താറാവ് വന്നു. അരെ വാ മിങ്കി, നീ 3 മുട്ടയിട്ടിരിക്കുന്നല്ലോ. അതിന്റെ അർത്ഥം ഞാൻ അമ്മാവനാകാൻ പോകുന്നു. അതേ മൊണ്ടുചേട്ടാ, താങ്കൾ വേഗം അമ്മാവനായി മാറും. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് സുഖമാണോ മോണ്ടു? ഞാൻ അടിപൊളിയായി പോകുന്നു. നദിയുടെ അടുത്തുള്ള കുളത്തിൽ ഒരുപാട് ഗോൾഡൻ ഫിഷുകളുണ്ട്. ഞാൻ നിങ്ങളെയും അറിയിക്കണമെന്ന് ഓർത്തു. എന്താ പറഞ്ഞേ? ഗോൾഡൻ ഫിഷോ? അത് രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ്. വാ, നമുക്ക് പോയേക്കാം. അവർ രണ്ടുപേരും തങ്ങളുടെ മുട്ട അവിടെ തന്നെ വെച്ച് മോണ്ടു താറാവിന്റെ ഒപ്പം പോയി. അപ്പോൾ കുറുക്കൻ വായിൽ വെള്ളം ഊറിക്കൊണ്ട് മുട്ടയുടെ അടുത്തേക്ക് പോയി. നമ്മൾ മാതാപിതാക്കളാവുന്നത് സന്തോഷം തോന്നുന്നു. പിന്നെ ഞാൻ അമ്മാവനുമാകും, അതിലും എനിക്ക് സന്തോഷമുണ്ട്. കൊള്ളാം, മാതാപിതാക്കളും അമ്മാവനുമാകുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഇതെല്ലാം തിന്ന് അവരുടെ സ്വപ്നത്തെയും വിഴുങ്ങാൻ പോകുന്നു. ഇത് പറഞ്ഞ് ഓരോന്നായി 2 മുട്ടകൾ ആ കുറുക്കൻ കഴിച്ചു. കൊള്ളാമല്ലോ, നല്ല സ്വാദുള്ള മുട്ട. ഇതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. അതിനുശേഷം ആ കുറുക്കൻ 3ാമത്തെ മുട്ടയും കഴിച്ചു. വയറ് നിറഞ്ഞു. ഇന്ന് വരെ എത്ര മുട്ട കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മിൻകു കൊക്കിന്റെ മുട്ടയ്ക്ക് നല്ല രുചിയാ. കുറച്ചു കഴിഞ്ഞ് മിൻകിക്കൊക്കും ടോണിക്കൊക്കും തിരിച്ചു വന്നപ്പോൾ കൂട് കാലിയായിരിക്കുന്നു. അയ്യോ, ഇതെന്താ? എന്റെ മുട്ട ആരാ എടുത്തത്? ഏതോ ദുഷ്ടമൃഗം നമ്മുടെ മുട്ട കൊണ്ടുപോയി. മിൻകുവിന് ഇത് കണ്ട് വിഷമമായി. ടോണിയും തല താഴ്ത്തി നിന്നു. എന്നാൽ ദൂരെ നിന്ന കുറുക്കൻ ഒരുപാട് സന്തോഷമായി കാണപ്പെട്ടു. ആ ദിവസം രാത്രി അവർ കുറുക്കമേ വന്നില്ല. അങ്ങനെ നേരവും വെളുത്തു. വാ മിങ്കി, ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകാം. അത് കഴിഞ്ഞ് നീ വീണ്ടും മുട്ടയിട്. എത്ര നേരം വിഷമിച്ചിരിക്കും? മുട്ടയിട്ട് കഴിഞ്ഞ് പിന്നെയും ആരെങ്കിലും അത് തിന്നാലോ? പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ സമാധാനിപ്പിക്കും? ഇത് കേട്ട് ടോണി എന്തോ ചിന്തിച്ചു. അവൻ അടുത്തുകിടന്ന കല്ലുകളിൽ നിന്നും ഒരു വെളുത്ത കല്ല് തന്നെ നോക്കിയെടുത്തു. അത് കൂടിന്റെ അകത്തും വെച്ചു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നമുക്ക് നോക്കാം മിങ്കി. അവൻ പിന്നെയും പോയി ഒരു വെളുത്ത കല്ലും കൂടി എടുത്തുകൊണ്ടുവന്നു. അതും ആ കൂടിന്റെ അകത്ത് വെച്ചു. ഈ 2 കല്ലും കാണാൻ മുട്ട പോലെ തന്നെയുണ്ട്. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നമ്മുടെ മുട്ട ആരാണ് മോഷ്ടിക്കുന്നതെന്ന്. ശരി, നോക്കാം എന്താ പറ്റുന്നതെന്ന്. അവർ രണ്ടുപേരും മുൻപോട്ട് നടന്ന് കുറെ ദൂരെ നിന്ന് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം കുറുക്കൻ ഉറക്കം എഴുന്നേറ്റിരുന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇവിടെ അതിന് ആരുമില്ലല്ലോ. ആർക്ക് ഗുഡ് മോർണിംഗ് പറയാനാ? ഇത് പറഞ്ഞ് അതിന്റെ നോട്ടം നേരെ മുട്ടയിലേക്ക് തന്നെ പോയി. അതിന്റെ മുഖവും തെളിഞ്ഞു. അത് ഓടി അവിടേക്ക് വന്നു. ഇവർ രണ്ടുപേരും ഇന്ന് രാവിലെ തന്നെ എനിക്ക് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇവർക്ക് എന്നോട് എന്തൊരു സ്നേഹമാ. ഇങ്ങനെ പറഞ്ഞത് നേരെ വാ കൊണ്ടുപോയി വെച്ചു. അയ്യോ, അതൊരുപാട് കഷ്ടപ്പെട്ടു. അത് കല്ല് വായിൽ നിന്നും പുറത്ത് തള്ളുകയും ചെയ്തു. അയ്യോ ദൈവമേ, ഇത് കല്ലാണല്ലോ. ഈ കൊക്ക് എന്തോ പണി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അടുത്ത തവണ ഞാൻ നോക്കിക്കോളാം. ഇന്നിവിടെ നിന്നും പോയേക്കാം. ഇങ്ങനെ പറഞ്ഞത് തന്റെ ഗുഹയുടെ അകത്തേക്കും പോയി. ദൈവമേ, അതൊരു കുറുക്കനായിരുന്നു. ഇതിന്റെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് മാതാപിതാക്കളാകാനുള്ള ആഗ്രഹം വിട്ടേക്കാം. ഇത് നമ്മളെക്കാൾ ശക്തനായ മൃഗമാണ്. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട സമയമാ. ഇത് കേട്ട് മിൻകു കൊക്കിന് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്നാൽ ടോണിക്കൊക്ക് എന്തോ ഒന്ന് ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മിങ്കി, എന്റെ കൂടെ വാ.
മിൻകിക്കൊക്ക് ടോണിക്കൊക്കിന്റെ ഒപ്പം ഒരു ഗുഹയുടെ അടുത്തേക്ക് പോയി. അവിടെ ഒരു സിംഹവും ഇരിപ്പുണ്ടായിരുന്നു. ഷേർഖാൻ, ഷേർഖാൻ, താങ്കളുടെ ജീവൻ അപകടത്തിലാണ്. വേഗം ഇവിടെ നിന്ന് പോകൂ. നീ എന്തായി പറയുന്നത്? എന്റെ ജീവൻ ആര് കാരണമാണ് ആപത്തിലുള്ളത്? ഒരു ക്രൂരനായ കുറുക്കൻ ഇവിടെ ഉണ്ട്. അവൻ ഇതുവരെ ഒരുപാട് മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറയുവാ ഷേർഖാനെ അവന്റെ ഗുഹയ്ക്കകത്ത് കയറി കൊല്ലുമെന്ന്. ഒരു കുറുക്കൻ? ഇത് കേട്ട് ഷേർഖാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. ശരി, വിളിച്ചുകൊണ്ടുവാ അവനെ. ഞാൻ എന്റെ ഗുഹയ്ക്കകത്ത് തന്നെ അവന് വേണ്ടി കാത്തിരിക്കാം. നോക്കാം ആരാരെ കൊല്ലുന്നുവെന്ന്. ശരി ഷേർഖാൻ, നാളെ ഞങ്ങൾ അവനുമായി വരാം. ഇത് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും പോയി. കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ മിൻകി ടോണിയോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തത്? ഷേർഖാനോട് കള്ളം പറഞ്ഞിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ കുറുക്കന്റെ ചിന്തകളാണ് അതിന്റെ ബലഹീനത. നമുക്ക് അവന്റെ ബലഹീനതയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാം, ശ്രദ്ധിച്ച് നീ കേൾക്ക്. ഇങ്ങനെ പറഞ്ഞ് ടോണി മിൻകിയോട് എന്ത് കാര്യമാണ് പറഞ്ഞത്? അവർ രണ്ടുപേരും കൂടിന്റെ അടുത്തേക്ക് പോയി. മിണ്ടാതെ ഉറങ്ങി. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. രാവിലെ ആകുമ്പോൾ അവർ മുട്ടയിടും. അവർ പോയതിനു ശേഷം അത് കഴിച്ചിട്ടേ ഞാൻ ഉറങ്ങൂ. ഇത് പറഞ്ഞ് അവൾ കണ്ണടയ്ക്കാതെ ഇരുന്നു. രാവിലെ അവർ കണ്ണു തുറന്നപ്പോൾ മിൻകിക്കൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എഴുന്നേൽക്കൂ, പെട്ടെന്ന്, ഞാൻ മുട്ടയിട്ടു കഴിഞ്ഞു. അയ്യോ, എഴുന്നേൽക്കുവാ. എന്തിനാ അലറുന്നത്? എന്താ പറഞ്ഞത്? മുട്ടയിട്ടിട്ട് വന്നെന്നു. നിങ്ങളുടെ ഐഡിയ വളരെ നല്ലതായിരുന്നു. ഈ മുട്ട ഞാൻ കൂട്ടിലിടാതെ ഗുഹയ്ക്കകത്താ ഇട്ടത്. ഇതുവരെ ആ ഗുഹയ്ക്കകത്ത് നമ്മുടെ 9 മുട്ടകളുണ്ട്. ഞാൻ ഇപ്പോൾ പോയി നോക്കിയിട്ട് വന്നതേയുള്ളൂ. ഓഹോ, ഇപ്പോൾ ഇവർ ഗുഹയ്ക്കകത്ത് മുട്ടയിടാനായി തുടങ്ങിയോ? 9 മുട്ടയെന്ന് കേട്ടിട്ട് എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. ഇന്നെനിക്ക് ന്യൂ ഇയർ പാർട്ടിയാണെന്നാണ് തോന്നുന്നത്. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറുക്കനും അവരുടെ പിന്നാലെ പോയി. രണ്ടുപേരും സിംഹത്തിന്റെ ഗുഹയുടെ അകത്തേക്ക് കയറി. കുറുക്കനും ഓടിച്ചാടി പിന്നാലെ പോയി. അയ്യോ, ഇവിടെ നല്ല ഇരുട്ടാണല്ലോ. എവിടെയാ നിങ്ങൾ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്ന് നിങ്ങളെ മുഴുവൻ ഞാൻ കഴിക്കും. ആ! അതിന്റെ ശബ്ദം കേട്ട് ഷേർഖാനും അടുത്തേക്ക് വന്നു. ഷേർഖാനെ കണ്ടപ്പോൾ കുറുക്കൻ പേടിച്ച് വിറച്ചു നിന്നു. ഓഹോ, ഇന്ന് നീ എന്നെ തിന്നുമോ? അതും ജീവനോടെ? വാ, നിനക്ക് ഞാനിന്ന് ന്യൂ ഇയർ പാർട്ടി തരാം. അയ്യോ ഷേർഖാൻ, താങ്കളെ ഞാൻ എങ്ങനെ കഴിക്കാനാണ്? അയ്യോ! ഷേർഖാൻ ചാടി വന്നു. അവളുടെ കഴുത്തും ഷേർഖാന്റെ വായിലായി. ഇത് കണ്ട് മിൻകിക്കും ടോണിക്കും ആശ്വാസം ലഭിച്ചു. അവർ തങ്ങളുടെ കൂട്ടിലേക്ക് തിരിച്ചുവന്ന് മിൻകി 3 മുട്ടയും ഇട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചത് കൊണ്ട് എല്ലാം നന്നായി നടന്നു. ഏറ്റവും വലിയ ശക്തിയെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മുട്ടയും വിരിഞ്ഞു. അങ്ങനെ അവരുടെ അമ്മയും അച്ഛനും ആകാനുള്ള സ്വപ്നവും നിറവേറി.